നമസ്കാരം, ഞാൻ വിഷ്ണുദത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അമ്മ അറിയാൻ ചിലത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സിനിമാ രംഗത്ത് വിവാദം കൊഴുക്കുന്നതിനിടെ താരസംഘടനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗണേഷ് കുമാർ. നടിക്ക് ക്രൂരമായ അനുഭവമുണ്ടായപ്പോൾ അമ്മ ഗൗരവപൂർവ്വം ഇടപെടാതെ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിച്ചു. പിച്ചു ചീന്തപ്പെട്ടത് സഹപ്രവർത്തകയുടെ ആത്മാഭിമാനമാണെന്ന് ഓർക്കണമെന്നും അമ്മ പ്രസിഡന്റ് ഇന്നസെന്റിന് അയച്ച കത്തിൽ ഗണേഷ്. നടീനടന്മാർക്കു തന്നെ സംഘടന നാണക്കേടുണ്ടാക്കിയെന്ന് കത്തിൽ ഗണേശിന്റെ ആക്ഷേപം. കപട മാതൃത്വം പുലർത്തുന്ന അമ്മ പിരിച്ചുവിട്ട് എല്ലാവരും സ്വന്തം കാര്യം നോക്കണം. ആക്രമണത്തിന് ഇരയായ നടിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന കത്തിൽ ദിലീപിനും പിന്തുണ. മാധ്യമങ്ങൾ ദിലീപിനെ വേട്ടയാടിയപ്പോഴും അമ്മ ഇടപെട്ടില്ലെന്ന് പരാമർശം. സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന ഇന്നസെന്റിന് ഗണേശിന്റെ കത്തിൽ രൂക്ഷ വിമർശനം. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഇന്നസെന്റ് ഒഴിഞ്ഞുമാറുകയായിരുന്നുവെന്ന് ആരോപണം. അതേസമയം കൊച്ചിയിലെ യോഗത്തിന് മുമ്പ് സംഘടനയ്ക്ക് നൽകിയ കത്താണ് ഇപ്പോൾ പുറത്തുവന്നതെന്ന് ഗണേഷ് കുമാർ. കഥ ക്ലൈമാക്സിലേക്കോ? നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണം നീളുന്നതിലെ അതൃപ്തി പ്രകടിപ്പിച്ച് DGP ലോക്നാഥ് ബെഹ്റ. ADGPയെയും IGയെയും വിളിച്ചു വരുത്തി പോലീസ് മേധാവി വിവരങ്ങൾ ആരാഞ്ഞതായി സൂചന. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ തെളിവുണ്ടെങ്കിൽ നടപടിയെടുക്കാനും DGPയുടെ നിർദ്ദേശം. അതേസമയം ദിലീപ് ചിത്രമായ ജോർജേട്ടൻസ് പൂരത്തിന്റെ തൃശൂരിലെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതിന് ചിത്രങ്ങൾ പുറത്ത്. ആക്രമിക്കപ്പെട്ട നടി അംഗമായിരുന്ന ഹെൽത്ത് ക്ലബിലെ ലൊക്കേഷനിൽ വെച്ച് ദിലീപും പ്രതിയും സ്വകാര്യ സംഭാഷണം നടത്തിയിരുന്നു. ക്ലബ്ബ് ജീവനക്കാരിൽ നിന്നും അംഗങ്ങളിൽ നിന്നും മൊഴിയെടുത്ത് പോലീസ്. അതിനിടെ കഴിഞ്ഞ ദിവസം കാവ്യ മാധവന്റെ സ്ഥാപനത്തിൽ നടന്ന പോലീസ് റെയ്ഡ് പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് തേടിയെന്ന് റിപ്പോർട്ട്. അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് ഇവിടെ ഏൽപ്പിച്ചെന്ന സുനിയുടെ മൊഴി അനുസരിച്ച്. കള്ളനും ദൃക്സാക്ഷിയും. തച്ചങ്കരിക്കും ജേക്കബ് തോമസിനുമെതിരെ കടുത്ത പരാമർശങ്ങളുമായി സെൻകുമാർ. പോലീസ് ആസ്ഥാനത്തെ കള്ളനാണ് ടോമിൻ തച്ചങ്കരിയെന്നും രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ തച്ചങ്കരി ഓഫീസിൽ നിന്ന് കടത്തിയെന്നും സ്ഥാനമൊഴിഞ്ഞ മേധാവി. കോടതി ആവശ്യപ്പെട്ടാൽ ഇതിന് തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറെന്നും TP സെൻകുമാർ. കേരളത്തിൽ പരിസ്ഥിതി സ്നേഹം പറയുന്ന ജേക്കബ് തോമസ് തികഞ്ഞ ഹിപ്പോക്രാറ്റ്. കർണാടകത്തിൽ മരം വെട്ടിയിട്ടാണ് ജേക്കബ് തോമസ് കേരളത്തിൽ പരിസ്ഥിതിക്ക് വേണ്ടി പ്രസംഗിക്കുന്നത്. 2 DGPമാർക്കെതിരെ ആഞ്ഞടിച്ച സെൻകുമാറിന്റെ നീരസത്തിൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയും. ചീഫ് സെക്രട്ടറി വൈരാഗ്യബുദ്ധി കാട്ടിയെന്നും ഇവർക്കെതിരെ നിയമ നടപടിക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും മുൻ പോലീസ് മേധാവി. സമാധാനത്തിന്റെ സംവാദം. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് പരിഹാരം തേടി ഓർഗനൈസർ വാരികയുടെ ആഭിമുഖ്യത്തിൽ സമാധാന സംവാദം. കോഴിക്കോട്ട് സംഘടിപ്പിച്ച പരിപാടി BJP ദേശീയ വൈസ് പ്രസിഡന്റ് വിനയ് സഹസ്രബുദ്ധെ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യവാദത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ തന്നെയാണ് രാജ്യത്ത് അക്രമം വ്യാപിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മതേതരത്വവും രാജ്യത്തെ ബഹുസ്വരതയും അംഗീകരിക്കുവാൻ എല്ലാവരും തയ്യാറാകണമെന്ന് സംവാദത്തിൽ പങ്കെടുത്ത PSC മുൻ ചെയർമാൻ KS രാധാകൃഷ്ണൻ. RSSനും CPMനും മാത്രമല്ല അക്രമ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്നതിൽ കോൺഗ്രസിനും പങ്കുണ്ടെന്ന് ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അഭിപ്രായപ്പെട്ടു. പത്രങ്ങളും ചാനലുകളും വരുംവരായികകൾ പരിഗണിച്ചാണ് വാർത്തകൾ നൽകുന്നതെന്ന് സംവാദത്തിൽ കൗമുദി TV ഹെഡ് AC റെജി പറഞ്ഞു. മലബാറിലെ അക്രമ സംഭവങ്ങൾക്കെതിരെ മാധ്യമങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ദുഷ്പ്രവണതകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അനിവാര്യമെന്നും സംവാദത്തിൽ AC റെജി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.